പെട്ടെന്ന് ഒരു സെക്കൻഡ് എൻ്റെ മനസ്സിൽ 3-4 പേരുകൾ കയറി വന്നു. പിള്ളേരുടെ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ പേരൊക്കെ കയറി വന്നു. ഞാൻ ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായില്ല. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും തിരക്ക് ഏറിയ മനുഷ്യരാണ് അല്ലേ, നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. പക്ഷെ എത്രയൊക്കെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ പെറ്റ തള്ളയും തന്ത് നോക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലേ, ഞാനതേ പറയത്തുള്ളൂ. ഓക്കെ, നല്ല അപ്പനും അമ്മയും നമുക്ക് നോക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അർത്ഥമില്ല. നമ്മൾ എത്രയൊക്കെ വലിയ നന്മകൾ ചെയ്തെന്നോ, എത്ര വലിയ ഓഡീഷൻ ആണെന്നോ, അല്ലെങ്കിൽ നമുക്ക് കുറേ കാശുണ്ടെന്നോ, നമ്മൾ പബ്ലിക്കിൽ ഭയങ്കര നല്ല ഇമേജ് ആണെന്നോ എന്തോ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. സീരിയസ്ലി നമ്മളെ അപ്പനും അമ്മയും അടിപൊളിയായിട്ട് വളർത്തി ഇന്ന് ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു സംഭവമാണ് അല്ലേ. നമ്മളിന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നതിന് ഏക കാരണം നമ്മുടെ അപ്പനും അമ്മയാണ്. അവര് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് ആ ഒരു നന്ദിയെങ്കിലും നമ്മുടെ അപ്പനോടും അമ്മയോടും ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമ്മളെ വളർത്തുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയൊക്കെയാണ്, ഒരുപാട് സ്നേഹിച്ചിട്ടൊക്കെയാണ് നമ്മളെ വളർത്തുന്നത്. എന്ന് പറഞ്ഞ് മക്കളെ വലിച്ചെറിയുന്ന തള്ളയും തന്തയൊക്കെ ഉണ്ട്, ഗതികെട്ട സാധനങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല അപ്പൻ്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും നമ്മൾ നല്ല സ്നേഹവും കെയറും ഒക്കെ തന്ന് നമ്മുടെ അപ്പനും അമ്മയെ വളർത്തി വലുതാക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അവരെ അങ്ങെടുത്ത് എറി പോട്ട് പുല്ല് എവിടെയെങ്കിലും എന്തെങ്കിലും തുഴഞ്ഞു പോട്ട്, നമുക്ക് കാശുണ്ടാക്കാൻ നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കൾ, നാളെ ഇതേ മക്കൾ വളർന്ന് വലുതായി പന്തലിക്കുമ്പോൾ നിങ്ങളെയും ഇതുപോലെ തള്ളാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം ഇന്ന് സിന്ധു കൃഷ്ണയാണ്. സിന്ധു കൃഷ്ണയിലോട്ട് എങ്ങനെയാണ് ഈ വിഷയം ചൂണ്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഡാർക്കാണ്. നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ എന്താണ് കറക്റ്റ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തൻവി എല്ലാവർക്കും അറിയാമല്ലോ, ഇവരെ കസിൻ, ഒരു റിലേറ്റീവ്സൊക്കെയാണ്. തൻവി പുറത്താണ്. അപ്പോൾ ഈ സിന്ധു കൃഷ്ണയുടെ അച്ഛനായിട്ടുള്ള വ്യക്തി ഇടക്കാലത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിന്ധു കൃഷ്ണയുടെ അമ്മ ഒറ്റയ്ക്കായി അല്ലേ, അവർ ഒറ്റയ്ക്കൊരു വീട്ടിലായ അവസ്ഥയിലാണ്. തൻവിയുടെ ഒരു വ്ളോഗിൽ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് എക്സ്പോസ് ആയി. ഒറ്റയ്ക്കാണ് മോളെ, വാ നീ നാട്ടിലോട്ട്. ഈ ഒരു സാധനത്തോടു കൂടി സിന്ധു കൃഷ്ണ ഏറി കയറിയിരിക്കുകയാണ്. ആദ്യം തൻവിയുടെ കമന്റ് ബോക്സ് അടക്കം ഓണായിരുന്നു, ഇപ്പൊ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം സിന്ധു കൃഷ്ണ ഏറി കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു അരുവേന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. സ്വന്തം പെറ്റ വയറിനെ മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ കാശുണ്ടാക്കിയിട്ടോ ഒരു അർത്ഥമില്ല എന്ന് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളൂ. സ്വന്തം അപ്പനമ്മയെ നോക്കണേ. അവരെ വയസ്സാം കാലത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആര് നോക്കും അല്ലേ? ആ ഒരു ബോധം വേണം. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചില വീട്ടുകാർക്ക് അവരല്ലല്ലോ, ഞങ്ങളല്ലല്ലോ, അവരല്ലേ നോക്കേണ്ടത്, അവരെ അല്ലേ മൂത്തത്, അപ്പോൾ അവരല്ലേ നോക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള വീട്ടുകാരൊക്കെ ഉണ്ട്. കാശില്ലാത്തവർ പിന്നെയും ചില രീതിയിലൊക്കെ ചിന്തിക്കുക ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്രയും കാശും ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള നിങ്ങൾക്ക് ആ ഒരു വയസ്സാം കാലത്ത് അമ്മയെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഉള്ള കാര്യം പറയല്ലോ, ഓപ്പണായിട്ട് പറയാം. അപ്പോൾ സിന്ധു കൃഷ്ണയിലോട്ട് വരും മുന്നേ തൻവിയുടെ വീഡിയോ കാണാം. സിന്ധു കൃഷ്ണയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് കാണണമല്ലോ. അപ്പോൾ തൻവിയുടെ വീഡിയോ ആദ്യം ഞാനൊന്ന് കൊടുക്കാം. തൻവിയുടെ ചാനൽ ഇതാണ്. അപ്പോൾ ഈ ചാനലിലാണ് റീസൺ ഫോർ റിട്ടേൺ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ആ വീഡിയോ. നമുക്ക് എന്തായാലും വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 എന്ന് വെച്ചാൽ, എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നോട് മക്കളെ വാ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ 1 വർഷം അപ്പൂപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വീട് തൂത്തു അടയ്ക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ചിലവിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് ലിയൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടല്ലേ യുജിയായിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ കുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കല്ല കുട്ടി ചെയ്യുന്നത്, കുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം മകളായ ഒരാൾ ഇപ്പുറത്തുണ്ട്, തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും, അല്ലാണ്ടിലാവണമെങ്കിൽ പോയിട്ട് തല കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും സിന്ധു കൃഷ്ണനിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. എത്രയും വേഗം ഉണ്ടാവട്ടെ. തൻവി ബാക്കി പറ. ഹോം നേഴ്സിനല്ല, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു.
അപ്പോൾ അവർക്ക് അവരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ പിന്നെ അവർ വിളിക്കുമ്പോൾ വരാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അവസാനം ഞാൻ മറ്റേ പ്രഗ്നൻ്റ് ആയ സമയത്ത് അപ്പൂപ്പൻ മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും അപ്പം ഞാൻ അപ്പൂപ്പ ചുമ്മാ അപ്പൂപ്പ ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും സ്ഥിരം നിൽക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇച്ചിരി വലിയ വീടാണ്, അവിടെ ഒരു 5 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ അതെല്ലാം മൊത്തവും ഡെയിലി വൃത്തിയാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരം ആൾക്കാർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതല്ല എങ്കിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും, ലൈക്ക് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരാളുടെ അമ്മയ്ക്ക് വയ്യാതായി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിന് അവസാനം എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസം വരെ അപ്പൂപ്പൻ മക്കളെ നീ വന്ന് വരും, ഞാൻ വരാൻ ടിക്കറ്റ് ഒന്നും എടുത്തില്ല, നീ സമയമുണ്ടല്ലോ, എന്തിനാ നിങ്ങൾ കിടന്ന് ചുമ്മാ ഇപ്പോഴേ വിളിക്കുക എന്ന് പറഞ്ഞ് ഞാൻ. അപ്പൊ അപ്പൂപ്പന് ഈ തൻവിയെ കാണാൻ ഒരുപാട് ആഗ്രഹം കൊണ്ട് അപ്പൂപ്പൻ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വരാം സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തൻവി ഒഴിഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. ഇങ്ങനെ ഒരാൾ ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കട്ടയ്ക്ക് വിളിക്കുകയാണ്, മോളെ നീ വാ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് അവർ ഒരു ദിവസം ഇല്ല എന്നറിയുമ്പോൾ നമുക്കത് ഭയങ്കര ട്രോമയിലോട്ട് പോകും. ഉള്ള കാര്യം പറയാം, സീരിയസ്ലി നമ്മൾ ഭയങ്കര ട്രോമയിലോട്ട് പോകും. അവർ വിളിച്ചിട്ട് ഒരു നോക്ക് പോയി ജീവനോടെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉള്ളിൽ വരും. എനിക്കങ്ങനെ ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വഴക്ക് വരെ പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ മരിച്ചു പോയെന്ന്. അല്ലാത്ത അവസ്ഥ അതും കൂടെ ആയിരുന്നപ്പോൾ ഞാൻ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. കാരണം എന്നെ അവരാണ് വളർത്തിയത്. അപ്പൊ അവരവസാനം എന്നെ 1-2 വർഷം നീ വാന്ന് വിളിച്ചിട്ട് ഞാൻ വന്നില്ല. കാരണം ഞാൻ പൈസ ഉണ്ടാക്കുന്നു, എനിക്കിങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുന്നു, എനിക്ക് അവിടെ ക്യാൻറ്റീനിൽ വീട് വെക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി പ്ലാനും. അപ്പോൾ അവർ വീട് വെക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഒരു ചെറിയ 2 അപ്പാർട്ട്മെൻറ്റ് ഹൗസായിരുന്നു. അത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് മറ്റേ ലോ ഇൻകം ആയിട്ടുള്ള ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കയറി വിളിക്കാം. അപ്പോൾ അവരെ കൊണ്ടുവരാൻ സൂപ്പർവൈസറിനെ കൊണ്ടുവരാൻ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പൈസ ഉണ്ടാക്കി സേവ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അവരെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. ഓക്കെ, തൻവിക്ക് അപ്പൂപ്പൻ അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പൂപ്പൻ അമ്മൂമ്മയെ അവിടെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. തൻവിക്ക് ആ ആഗ്രഹമുണ്ടായിരുന്നു, തൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. ഓക്കെ, പക്ഷേ സ്വന്തം മകളായിട്ടുള്ള സിന്ധുവിന് അത് താല്പര്യമില്ലേ? അല്ലെങ്കിൽ അവരെ നോക്കണമെന്നൊരു ആഗ്രഹമില്ലേ? അപ്പൂപ്പനെ അമ്മൂമ്മയും കൊണ്ടുപോകാൻ ചെറുകുട്ടി അറ്റയിക്കുന്നു. കൊള്ളാം, നല്ലതാ. എന്തായാലും അമ്മൂമ്മയായിട്ടുള്ളൊരു വീഡിയോ തൻവി ഷെയർ ചെയ്യുന്നുണ്ട്, അതും കൂടി കാണാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിംഗ് ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ കേട്ടെ ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് നേരമില്ല, ഞാൻ ഒറ്റയ്ക്കായി. ഓ, പോയിന്റ് കേട്ടോ. ഞാൻ ദിവസങ്ങളോളം കാത്തിരിക്കുകയാണ് എൻ്റെ കുട്ടികളെ കാണാനായിട്ട്. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ഒരു വാക്ക് അമ്മ പറയണമെങ്കിൽ ഓക്കെ, അത് ചെറിയ വാക്കല്ല. ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് തന്നെയാണ് അവിടുത്തെ സത്യം, അല്ലേ? ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട് നടക്കുകയാണ്. പക്ഷെ തൻവി നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അമ്മൂമ്മയുടെ അടുത്ത് എത്തണം. കാരണം നാളെ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത് അപ്പൂപ്പൻ്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ. അതുകൊണ്ട് ഉറപ്പായിട്ട് അമ്മൂമ്മയുടെ അടുത്ത് പോകണം, അമ്മൂമ്മയെ ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അമ്മൂമ്മയുടെ വാക്കുകൾ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, ആ വാക്ക് അമ്മൂമ്മ പറയണമെങ്കിൽ തന്നെ തിരിഞ്ഞു വന്ന് നോക്കാൻ ആരുമില്ല എന്നത് സത്യമാണ്. സിന്ധുവിനൊക്കെ നോക്കാമായിരുന്നു. സിന്ധു ചേച്ചിക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. അവരെ പോയി നോക്കിയിരുന്ന, അല്ലെങ്കിൽ അവരെ കൂടെ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ അവരെ കൂടെ താമസിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാരം കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ എല്ലാം. പക്ഷേ ആ അമ്മയെ നോക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ ആ അമ്മയെ കൂടെ നിർത്തിയില്ലെങ്കിൽ നിങ്ങളൊരു മകളാണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആ അമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആരുമില്ല എങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു റിയൽ മകളല്ല. ഓക്കെ, അങ്ങനെ തന്നെ പറയും, ഞാൻ അതേ പറയത്തുള്ളൂ. അല്ലാണ്ട് മറ്റവരെ നോക്കാവൂ, ഇവരെ നോക്കാവൂ, ഞാനല്ലല്ലോ, ഞാൻ ഇളയ മോൻ്റെ മോളല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ, നാട്ടിലുള്ള നിങ്ങളാണ് ഉത്തരവാദി, സ്വന്തം മകളായ നിങ്ങളാണ് ഉത്തരവാദി. തൻവി ഇവിടെ ചെറുമകളാണ്. ഓക്കെ,
ആ ഒരു കാര്യം മറക്കാതിരിക്കുക. സിന്ധു കൃഷ്ണ, നിങ്ങൾ എത്ര കാശുണ്ടാക്കിയാലും നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ നിലയിലും ഒക്കെ ആക്കി വലിയ കോടികളും കോടീശ്വരികളൊക്കെ ആയാലും സ്വന്തം അമ്മയും അപ്പനെയും തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ബിഗ് സീറോ ആണ്. നിങ്ങളെന്നല്ല ഏതൊരു മനുഷ്യനല്ല. നാളെ ഞാൻ എൻ്റെ അപ്പനും അമ്മയെ നോക്കിയില്ലെങ്കിൽ ഞാൻ ബിഗ് സീറോ ആണ്. ഓക്കെ, അതത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമ്മള് വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്ന് ഇത്ര നാൾ സമാധാനമുള്ള ഞാൻ ഇപ്പഴാണ് അറിഞ്ഞത്. തൻവി അത് കോമഡി ആയിട്ട് പറഞ്ഞാണ്, പക്ഷെ അമ്മൂമ്മ സീരിയസ് ആയിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. കേൾക്കാം. അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി. കേട്ടല്ലോ, ആരും ഒരു ഫോൺ കോള് പോലും ചെയ്യാനില്ല. ഒരു മനുഷ്യൻ പോലും ഒരു ഫോൺ കോള് പോലും ചെയ്യുന്നില്ല. അതായത് സിന്ധുവിന്റെ ഭാഗത്തു നിന്നും ഒരു ഫോൺ കോള് പോലും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും BP കൂടിയത് കാര്യങ്ങളെന്ന് അമ്മമ്മ മനസ്സിലുള്ളത് വീഡിയോ കോൾ ചെയ്തപ്പം ചെറുമോളോടെ പറയുന്നു. അവസ്ഥ. എന്തുണ്ടായിരുന്നിട്ട് ഇനി എന്ത് കാര്യം? ഒരു കാര്യമില്ല. ബിഗ് സീറോ. ചിലപ്പോൾ പറയും, ഓ അമ്മമ്മ ക്രൂരയായിരുന്നു. ആ വയസ്സാങ്കാലത്തിന് ആ പാവം എന്ത് ചെയ്യാൻ? അങ്ങനെ ക്രൂരയായിരുന്നെങ്കിൽ ക്ഷമിക്കടോ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തൻവി ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. തൻവി അത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പൂപ്പനെ അമ്മൂമ്മ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു തൻവിക്ക് താല്പര്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പൂപ്പൻ പോയി. ഇനി അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മൂമ്മയുടെ കൂടെ വന്ന് നിൽക്കാനായിട്ട് നാട്ടിലേക്ക് തൻവി തിരിച്ചു വരികയാണ്. നോക്കാം. ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷേ എന്റെ BP കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോ അതൊക്കെ കുറയും. വയസ്സായവർക്ക് ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അവർക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മക്കളുണ്ടെങ്കിൽ അവരെ കാണണം, ചെറുമക്കളുണ്ടെങ്കിൽ അവരെ കാണാം, അവരെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷിച്ചിരുന്നവർ. അവർക്കിനി കുറെ കാശുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് കറങ്ങാൻ പോകണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹങ്ങൾ കാണില്ല. അവർക്കുള്ള ഇനി ആഗ്രഹങ്ങൾ കൊച്ചുമക്കളെയൊക്കെ നോക്കി കുഞ്ഞു സന്തോഷങ്ങൾ, അതൊക്കെയാണ് അവരുടെ സന്തോഷം. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മക്കളെന്ന നിലയിൽ മക്കളായിട്ടുള്ളവർ ബിഗ് സീറോ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കേട്ടോ, അവരുടെ വയസ്സാം കാലത്ത് അവരുടെ കൂടെ ഒപ്പം കുറച്ചു കാലം ഉണ്ടാവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? പിന്നെ ആ ജീവിതം കൊണ്ട് ആ ജന്മം നൽകിയവർക്ക് നിങ്ങൾ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്? ആ ജന്മം നൽകിയവർക്ക് ഇങ്ങനെ ഒരു വാല്യൂ പോലും കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ജീവിതമാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവിടെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിന്ന്. അല്ല, അതോടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ആക്കിട്ട് പോയാലെന്ത്? അത് പൊടി കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങൾക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാണേ എന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ എനിക്ക് അതൊക്കെ എനിക്ക് വിഷമമാണ്. അതിനൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ചു നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതപ്പൊ നമുക്കും സന്തോഷമാവും കേട്ടാ. ഇനി അമ്മമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മമ്മ ഉറങ്ങിക്കോ. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡെയിലി രാവിലെയും വൈകിട്ടും അമ്മ വിളിച്ചിങ്ങനെ കരയും. ഈ കരച്ചിൽ എന്നെ കൊണ്ട് അപ്പനെ ഞാൻ വന്ന് നോക്കാൻ പറ്റില്ല. അമ്മമ്മയുടെ കരച്ചിലും കൂടി കേൾക്കുമ്പോൾ എന്നെ കൊണ്ട് എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാ. എനിക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ തൻവിക്കുള്ളൊരു വിഷമം നാട്ടിലുള്ളവർക്കില്ല. അവസ്ഥയാണ്. സിന്ധു കൃഷ്ണ, നിങ്ങൾക്ക് തന്നെ സ്വയമേ ഒന്നും തോന്നുന്നില്ലേ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അമ്മമ്മക്ക് എന്തോ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മമ്മക്ക് എന്തെങ്കിലും പറ്റുമോ? അമ്മമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോകും. പിന്നെ അമ്മമ്മയുടെ കുറച്ച് സാധനം അമ്മമ്മക്ക് സ്റ്റെപ്പൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മമ്മ മുമ്പേ അപ്പൂപ്പ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി 1-2 സാധനങ്ങൾ പുതിയത് കൊണ്ടുപോയി മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ താഴെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അവരടിച്ചുകൊണ്ട് പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്യാൻ വന്നവരൊക്കെ. കാരണം വേറെ ആരും ആ വീട്ടിൽ വരാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. ഞാൻ ഒരു സാധനം എവിടെ വെച്ചാൽ പറഞ്ഞ് ഓർമ്മയില്ല. ഞാൻ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം, വേറൊന്നുമല്ല. നമ്മൾ ഈ വയസ്സാം കാലത്ത് ഇവരെ നോക്കാതെ നമ്മൾ എന്താണ് നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സ്വന്തം അപ്പനെയും അമ്മയും നോക്കാതെ എന്താണ് നമ്മൾ നേടുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ സിന്ധു കൃഷ്ണ ഗതികേടോ കാശില്ലാതെ ഒന്നും ഇരിക്കുന്ന ടീംസ് അല്ല. ആ അമ്മൂമ്മയ്ക്ക് ഒരു റൂമും കൊടുത്ത് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കും. അവർക്ക് കുറച്ച് ഇട സമയങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ അവരുടെ റൂമിൽ പോയി 10 മിനിറ്റ് അവരുടെ അടുത്ത് സംസാരിക്കുക. ഓരോ 4-5 മക്കളില്ലേ, എല്ലാവരും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഡെയിലി ഒന്ന് സ്പെൻഡ് ചെയ്ത് ആ അമ്മൂമ്മയ്ക്ക് ഒരു സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടുമോ? എനിക്ക് തോന്നുന്നില്ല ഒന്നും നഷ്ടപ്പെടുമെന്ന്. ഇതിനൊന്നും കഴിഞ്ഞില്ലേ പിന്നെ എന്ത് മനുഷ്യന്മാരോട് എത്ര കോടികൾ ഉണ്ടായിട്ട്, എന്ത് കാശുണ്ടാക്കിയിട്ട്, എന്ത് കോപ്പുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പണ്ട് അമ്മൂമ്മയുടെ കൂടെ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കടയിൽ പോയി ബിരിയാണി മേടിക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ഞാൻ ചേഞ്ച് പോലും മേടിക്കാത്ത ഒരാളാണ്. അങ്ങനെ അമ്മ നീ പൈസയുടെ ബാക്കി ചേഞ്ച് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ കടയിലുള്ള പുള്ളി പോലും പറഞ്ഞത് ഞാൻ ചേഞ്ച് തന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ അങ്ങനെ അത് പോയിരിക്കുന്നത് ഇപ്പം അതുപോലും ഈ വന്നവർ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വിളിച്ചിങ്ങനെ ഡെയിലി കരച്ചിലും വേവ് ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ള നല്ലൊരു ജോലിയാണ്. നല്ല ജോലി എന്ന് വെച്ചാൽ 8 മണിക്കൂർ ജോലിയിൽ എല്ലാ ജോലി അന്നത്തെ ദിവസം ജോലി മൊത്തം. ഓക്കെ, അങ്ങനെ കാനഡയിൽ എങ്ങാണ്ടാണ് തൻവി. അപ്പോൾ തൻവി സ്വന്തം ജോലി വരെ വിട്ടിട്ടാണ് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അല്ലേ? സ്വന്തം സമ്പാദ്യം, തനിക്ക് കിട്ടുന്ന സമ്പാദ്യം, ജോലി കാര്യങ്ങളെല്ലാം വിട്ടിട്ട് താൽക്കാലികമായിട്ട് വിട്ടിട്ടാണ് നാട്ടിൽ അമ്മൂമ്മയുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ എത്രത്തോളം സ്വന്തം അമ്മൂമ്മയ്ക്ക് തൻവി വില കൊടുക്കുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ കമന്റ് ബോക്സിൽ മൊത്തം സിന്ധു കൃഷ്ണ മെൻഷൻ ചെയ്തിട്ട് ഫുള്ള് സിന്ധു കൃഷ്ണയ്ക്ക് എതിരായി. അങ്ങനെ വന്നപ്പോൾ കമന്റ് ബോക്സ് തൻവി തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ആകെ പണി വാലും വളർത്തി കിട്ടി. ഇനിയിപ്പോൾ എല്ലാവരും എടുത്തിട്ട് അലക്കും, അത് കൺഫേമാണ്. ഇനി ഞാൻ സിന്ധു കൃഷ്ണയുടെ കമന്റ് ബോക്സിലോട്ടൊന്ന് പോവാം. ഓക്കെ, അവിടെ നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് സിന്ധു കൃഷ്ണയുടെ ചാനലാണ്. അതിന്റെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ ഒരു ദിവസം ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഓക്കെ അത് വലിയ നന്മകളൊക്കെ വാരി വിതറി നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ കുഴികുത്തി കഞ്ഞി കുടിക്കുന്ന ടീംസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംഭവങ്ങളൊക്കെ എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന്റെ താഴെ റെക്കമെൻഡേഷൻ തന്നെ തൻവിയുടെ വീഡിയോ ആണ് വരുന്നത്. ഞാൻ ഈ സിന്ധു കൃഷ്ണയുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് എടുക്കാം. ഓക്കെ, വേർ ഈസ് യുവർ മദർ? തൻവി വീഡിയോ കണ്ടോ? നിങ്ങളുടെ അമ്മ എവിടെ? അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ? Go and take good care of your mother. Isn't she the person who raised you? Your daughter are not infants. They can handle household matter on their own. Why don't you take care of your mother? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. പോയി നിന്റെ അമ്മയെ നന്നായി നോക്ക്. നിന്നെ വളർത്തിയത് അവളല്ലേ? നിന്റെ പെൺമക്കൾ കുഞ്ഞുങ്ങളല്ല. അവൾക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കിക്കോളും. നീ നിന്റെ അമ്മയെ ശ്രദ്ധിക്കുന്നില്ലേ? കർമ്മ ഇസ് ബൂമറാങ്. ടേക്ക് കെയർ ഓഫ് യുവർ മദർ. അപ്പച്ചി ദയവായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകൂ. ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമാണ് അവർ നിങ്ങളെ ഉപയോഗിക്കുന്നത്. ദൈവമേ, ഈ സ്ത്രീക്കും അവളുടെ കുടുംബത്തിനും കർമ്മഫലം നൽകണമേ. ഷെയ്മ് ഓൺ യു ലേഡി. നാണക്കേട് തോന്നുന്നു പെണ്ണെ. കർമ്മം നിന്നെയും നിന്റെ കുടുംബത്തെയും ഉടൻ തന്നെ ബാധിക്കും. അതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ മരണശേഷം നീ നിന്റെ കുടുംബവും സഹതാപ കാർഡ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നീ നിന്റെ അമ്മയെ പരിപാലിക്കുന്നില്ല. ഇത്രയും വില കുറഞ്ഞ പെണ്ണെ, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസകരമായ കാര്യങ്ങളും നീ നേരിടട്ടെ എന്നൊക്കെ പറഞ്ഞു. വേർ ഈസ് യുവർ മം? ഷീ സെഡ് ഷീ ഈസ് അലോൺ ഇൻ ദാറ്റ് ഹൗസ്. അമ്മ എന്തിയെ? ഓമി 8 months ആയി, ബട്ട് ഹി ഡിഡ്ന്റ് സ്റ്റാർട്ട് സ്പീക്കിംഗ് വേർഡ്സ് ഓർ വാക്കിംഗ് വിത്ത് സപ്പോർട്ട്. ക്യാൻ എനിവൺ ടെൽ മീ ഹോട്ടൽസ്? ഓക്കെ, അപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് കമൻ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സിന്ധു കൃഷ്ണയുടെ കമൻറ്റ് ബോക്സിൽ മൂഞ്ചിന്നങ്ങ് കൂട്ടിയാൽ മതി. ഇതിൻ്റെ ഷോർട്ട് വീഡിയോയുടെ കമൻറ്റും കൂടി നോക്കട്ടെ, ഒരു സെക്കൻഡ്. അതും മിക്കവാറും തേഞ്ഞൊട്ടാനാണ് ചാൻസ്. ഓക്കെ, നോക്കാം, കമൻറ്റ് ബോക്സ് നോക്കാം. കമൻറ്റ് ബോക്സ് മൊത്തം എതിരായിട്ടുണ്ട്. ഡിലീറ്റ് ഓൾ ദ നെഗറ്റീവ് കമൻറ്റ്സ് ഐ ഗസ്. ഓക്കെ, ആ അമ്മയെ നോക്കാതെ പ്രൊമോഷൻ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്ത്രീ തന്നെയാണോ? സിന്ധു തള്ളെ ആദ്യം മക്കളെ നന്നായി വളർത്ത്. ആൾക്കാരെല്ലാം തിരിഞ്ഞിട്ടുണ്ട്, നല്ല പോലെ തിരിഞ്ഞിട്ടുണ്ട്, ആടി പൊളിയായിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, തൻവി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ജോലി മൊത്തം ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ 1 മണിക്കൂറിനകത്ത് തീർക്കാൻ പറ്റും. അടുത്ത 7 മണിക്കൂർ ഫ്രീയാ. അങ്ങനത്തെ ജോലിയാണ് എൻ്റെത്. അത് മാത്രമല്ല, ഞാൻ മാനേജ്മെന്റ് ലെവലിൽ കയറിയായിരുന്നു. അപ്പോൾ
മാനേജ്മെന്റ് ലെവൽ കയറിയിട്ട് അതിൻ്റെതായ പേ നല്ല രീതിയിൽ കൂടിയാണ്. അങ്ങോട്ട് ഞാൻ ടാക്സ് അടയ്ക്കുന്നത് $4000. 9,000 ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയത്. ഞാൻ 4,000 അങ്ങോട്ട് ടാക്സ് അടയ്ക്കുന്നത് വന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഉണ്ടാക്കിയത്. എന്നാൽ എൻ്റെ കയ്യിൽ 5,000 എക്സ്ട്രാ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിക്കും 5,000 എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിലേക്ക് ഒരു വീട് മേടിക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് മാറ്റി വെക്കാം, ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂപ്പൻ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും ഞാൻ പൈസ ഉണ്ടാക്കി അവർ കഴിച്ച് എന്തിനാ? എങ്കിൽ ഇവർക്ക് വല്ലതും പൈസ കൊടുത്തിട്ട് എന്നെ നോക്കിയാൽ പോലെയായിരുന്നു. അതേപോലെ ഞാനും ഇനി അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ടൈം നോക്കി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുക. എന്നെ കൊണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഹോം നേഴ്സും അല്ലെങ്കിൽ പറ്റുന്ന ഒരു സ്ഥിരം നിൽക്കാൻ പറ്റിയ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട് എൻ്റെ പൊന്നെ ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ എനിക്ക് വീട് കണ്ടപ്പോൾ തല ഇറങ്ങുക. അമ്മാരി സാധനങ്ങളാണ് കൂട്ടി 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 വെച്ചേക്കുന്നത്. ഇതൊന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റി ഒരു ദിവസം പോലും വൃത്തിയാക്കി തീർക്കാൻ പറ്റത്തില്ല. ഞാൻ അതേപോലെ മാനേജ്മെന്റ് ലെവൽ ജോലിയാണ് വിട്ടിട്ട് വന്നത്. യോജി ലിക്കർ സ്റ്റോറിൽ സൂപ്പർവൈസർ ആയിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇതെല്ലാം നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യോജി അത് വിട്ടിട്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് യോജി പറഞ്ഞു ഓക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറാം. ഓക്കെ, അങ്ങനെ തൽക്കാലത്തേക്ക് ഇന്ത്യയിലോട്ട് മാറിയതാണ് തൻവി ആൻഡ് ഫാമിലി. എന്തായാലും നല്ലൊരു തീരുമാനം, ഞാൻ അത്രേ പറയത്തുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഒരുപാട് കാശുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കി വെച്ചിട്ട് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ താഴെ നിൽക്കുന്ന നമ്മുടെ അമ്മയോ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ കിടക്കുക അല്ലെങ്കിൽ ഒരു ശോകത്തിൽ കിടക്കുകയാണെങ്കിൽ നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ. ചില അമ്മൂമ്മമാരുണ്ടാക്കും, പരട്ട തള്ളമാരുണ്ട്, ഇല്ലെന്നേ പറയുന്നില്ല. അത്യാവശ്യം ഇവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇവരങ്ങനത്തെ ഒരു ക്യാരക്ടറും അല്ല. അവർക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും വീട്ടിലെ കുറച്ച് ബഹളങ്ങളും കുഞ്ഞുങ്ങളുടെ സൗണ്ടുകളും അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് അവർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ അവർക്ക് ഇതൊക്കെ ആയിരിക്കും ആഗ്രഹം, ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ മനുഷ്യത്വം അല്ലെങ്കിൽ നമ്മൾ എന്നൊരു വ്യക്തി പൂർണ്ണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറേ കാശുണ്ടാക്കി വെച്ച് ചുരുട്ടി പോക്കറ്റ് വെച്ചിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കാനില്ല. ഇന്ത്യയിലേക്ക് മാറിയിട്ട് അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം. അഥവാ അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കും. അതാണ് പ്ലാൻ. അപ്പോൾ എല്ലാ കമന്റ് സെക്ഷൻസിൽ എല്ലാവരും പറ്റേ നീ മണ്ടത്തരോ കാണിച്ചാൽ വിട്ടിട്ട് വന്നേ അപ്പോൾ ഒരു ഫോട്ടോ ഇടാം. അപ്പം ഞാനിപ്പോൾ ഇട്ട ഫോട്ടോ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ SK ആശുപത്രിയിൽ മോക്ക് 2 മാസം പോലും തികഞ്ഞില്ല. ഞാൻ ഓടിച്ചാടി വന്നത് അമ്മൂമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടി ഡോക്ടർ രാത്രി ഉറക്കക്കുളി വരെ കൊടുക്കേണ്ടി വന്നു. അപ്പൂപ്പൻ ഇല്ലാത്തത് അമ്മൂമ്മ ചെറുതായിട്ട് നല്ല ഡിപ്രഷൻ എന്ന് പറയാം. അമ്മാരി ഡിപ്രഷനല്ല, ഡെയിലി കരച്ചിൽ, ഡെയിലി സ്ട്രെസ്. ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ ഓക്കെ. അമ്മൂമ്മയുടെ കുറേ കാര്യങ്ങൾ തൻവിയുടെ പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ട് അവിടെ പോയി കാണുക. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, സിന്ധു കൃഷ്ണനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. എനിക്കതിൽ വേറെ ചോദിക്കാനോ പറയാനൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നെഗറ്റീവ് കമൻസ്. നെഗറ്റീവ് അല്ല, ആൾക്കാർ പോസിറ്റീവായിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അതിനെ നിങ്ങൾ തന്നെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കാശ് മാത്രം ഉണ്ടാക്കിയിട്ട് ഈ ജീവിതത്തിൽ എന്ത് നേടാം? കാശ് വേണം, വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വയസ്സായവരെ നോക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടൊന്നും ഒരർത്ഥവുമില്ല. ചില അമ്മമാരെ നമ്മളെ ദ്രോഹിക്കും, ഇല്ലെന്നൊന്നുമില്ല. അമ്മമാർ വയസ്സാകാൻ കാലത്ത് അവർ ചിലപ്പോൾ മക്കളെയൊക്കെ ദ്രോഹിച്ച് ഒരുപാടൊക്കെ ദ്രോഹിച്ചവരൊക്കെ ആയിരിക്കും. പിന്നെ വയസ്സാകാൻ കാലത്ത് തിരിഞ്ഞു നോക്കത്തില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ അമ്മമ്മ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനിയെങ്കിലും പോയിട്ട് എന്തിന്? ഇനിയിപ്പോൾ ചിലപ്പോൾ പോവും. അമ്മുമ്മേ ഞങ്ങൾ നോക്കിയില്ലേ, അയ്യോ വ്ളോഗിൽ വ്ളോഗിൽ പറ, നാട്ടുകാർ കാണട്ടെ, നാട്ടുകാരെല്ലാം എന്നെ കുറ്റം പറയണേ, അമ്മേ ഞാൻ നോക്കിയില്ലേ, അമ്മ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങും. കൂടുതലൊന്നും പറയാനില്ല. മനുഷ്യന്മാരുടെ മനുഷ്യപ്പറ്റ് ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് വരേണ്ടതാണ്. അതാരും പറഞ്ഞു തന്ന് വരേണ്ട സാധനം അല്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാര്യമായിട്ട് താഴെ കൊണ്ടുപോയി പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.